ഇടത്തെ കിഡ്നിയുടെ അടുത്ത് ഒരു മുഴ പോലെ വന്നു. ഡോക്ടർ പറഞ്ഞു എന്തായാലും ഇതിന് ഓപ്പറേഷൻ തന്നെ വഴിയുള്ളൂന്ന്. ഓപ്പറേഷൻ ചെയ്ത ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, രണ്ടാമത്തെ കിഡ്നിയും ഫെയിലാവും എന്നൊക്കെ പറഞ്ഞു. പുനർജനിൽ പോയാൽ ഭേദാവൂന്ന് എന്നോടൊരാൾ പറഞ്ഞു. ഒരു 10 പ്രാവശ്യമെങ്കിലും ഞാനിവിടെ ഫോൺ ചെയ്ത് സംസാരിച്ചായിരുന്നു. ഇപ്പോൾ റിസൾട്ടൊക്കെ നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഒരു സന്തോഷം തോന്നുന്നു. ഇപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ തൃപ്തനാണ്. ഒരു പ്രശ്നവുമില്ല. എനിക്ക് നല്ലതുപോലെ വിശപ്പ്, നല്ല ഉറക്കം എല്ലാം ഉണ്ട്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെ പേഷ്യന്റ് ഉണ്ട്. 4.5 months ആയി മരുന്ന് വാങ്ങാൻ തുടങ്ങിയിട്ട്. സർ നമസ്കാരം. സാറിന്റെ പേര്? നമസ്കാരം, ശ്രീനിവാസൻ. എവിടെ നിന്നാ വരുന്നത് സർ? നിജാമാബാദ്. സാറിന് ഏജ് എത്രയായി? 46-47 ഉണ്ടാവും. ഓക്കെ. സാറിന് എന്താണ് അസുഖം? എനിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇടത് കിഡ്നിയുടെ ഭാഗത്തൊരു മുഴ പോലെ വന്നായിരുന്നു. അതിന് ഓപ്പറേഷൻ അല്ലാതെ വേറെ വഴിയൊന്നുമില്ലാന്ന് ഡോക്ടർ അന്ന് എന്നോട് പറഞ്ഞായിരുന്നു. എനിക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത് പേടിയായിരുന്നു. ആ സമയത്താണ് പുനർജൻ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരാൾ എന്നോട് പറഞ്ഞത്. ആ സമയത്ത് അവൻ ഇവിടുത്തെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവനോട് സംസാരിച്ച് എന്തായാലും ഇവിടെ വന്ന് ഒന്ന് നോക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഞാൻ വന്നത്. എന്തായാലും നല്ല മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. ആദ്യത്തെ പ്രാവശ്യം ജനുവരിയിലാണ് വന്നത്. ആ സമയത്ത് എനിക്ക് ഓപ്പറേഷന് യാതൊരു താല്പര്യമില്ലായിരുന്നു. ആദ്യം കണ്ടപ്പോൾ തന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് 100% ഓപ്പറേഷൻ വേണമെന്ന്. അതായത് ലെഫ്റ്റ് സൈഡിൽ കിഡ്നിയിൽ മുഴ വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്താലും അതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ വരാം. വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് സ്പ്രെഡ് ആവാം. രണ്ടാമത്തെ കിഡ്നി കൂടെ ഫെയിൽ ആവാൻ സാധ്യത ഉണ്ടെന്ന് നല്ലോണം പേടിച്ചിരുന്നു. അതിനുശേഷം ജനുവരി 1 ഞാൻ ഇങ്ങോട്ട് വന്നതും മെഡിസിനൊക്കെ വാങ്ങിയതും. ഒരു മാസവും 15 ദിവസവും. എന്നിട്ട് റിസൾട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ 3 മാസം കൂടെ കഴിഞ്ഞിട്ട് വന്നു. ആ റിസൾട്ടും നന്നായിരുന്നു. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്. ഇപ്പൊ എനിക്ക് നല്ല സംതൃപ്തിയുണ്ട്. ഒരു പ്രശ്നവും ഇല്ല. എനിക്ക് നല്ലതുപോലെ വിശപ്പ്, നല്ല ഉറക്കം എല്ലാം ഉണ്ട്. 100% ഇപ്പോൾ ഓക്കെ ആയി. ഒരു പ്രശ്നവും ഇല്ല. പുനർജനെ എന്തായാലും വിശ്വസിക്കണം. മനസ്സറിഞ്ഞ് നിങ്ങൾ പുനർജനെ വിശ്വസിക്കൂ, മരുന്ന് കഴിക്കൂ. ആരുടെയും വാക്കുകളൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ലക്ഷങ്ങൾ ചെലവാക്കിയിട്ട് ഒരു കാര്യമില്ല. വെറുതെയാണ്. നമ്മുടെ ശരീരവും പോകും. ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. ഇവിടെ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പുനർജനിൽ തന്നെ വരണം. എന്തായാലും ഭേദമാകുമെന്ന് 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. എന്റെ അനുഭവം വെച്ചിട്ട് ഞാനീ പറയുന്നത് മനസ്സിലാക്കൂ. ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് ഒക്കെ ഇപ്പൊ ശരിയായില്ലേ സർ? ശരിയായി മാഡം, 100% ഇപ്പൊ ശരിയായി. ഇത് 100% വളരെ നല്ലതാണ്. ഓക്കെ സർ. സാർ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സാറിന്റെ വാക്കേട്ട് എന്തായാലും ഒരുപാട് പേര് ഇവിടേക്ക് വരും. ഇതിനെക്കുറിച്ച് കഴിച്ചവർക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. ജനങ്ങള് പല തരത്തിലും സംസാരിക്കും. രസായനം കുടിച്ചാൽ കുറയും, അത് കഴിച്ചാൽ കുറയും, ഇത് കഴിച്ചാൽ കുറയും. അത് കുറയുന്നോ കുറയില്ല എന്നല്ല പ്രശ്നം. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് ഈ പറയുന്നത്. ഞാനിത് കഴിച്ച് എൻ്റെ അസുഖം ഭേദമായതുകൊണ്ടാണ് പറയുന്നത്. കൺട്രോൾ ആയോ ഇല്ലയെന്നൊക്കെ എനിക്ക് തന്നെ മനസ്സിലാകും. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാണ്. എൻ്റെ പ്രശ്നങ്ങൾ 100% എല്ലാം തന്നെ മാറിയിട്ടുണ്ട്. ഓക്കെ സർ. സർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വിശദമാക്കി തന്നു. അസുഖം എത്രയും പെട്ടെന്ന് ഭേദാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.